ഇന്നത്തെ വിഷയം നമ്മുടെ റേഞ്ച് അനുസരിച്ച് ഒരു പഞ്ചിങ് ബാഗ് എങ്ങനെ ചൂസ് ചെയ്യാം, അതിൽ ഏത് തരം മെറ്റീരിയൽ കൊണ്ടുള്ള ബാഗ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. 3 തരം മേക്ക് ആണ് ബാഗ് വരുന്നത്. നമ്പർ 1 PU ലെതർ, നമ്പർ 2 ഒറിജിനൽ ലെതർ, നമ്പർ 3 ഹാപ്ടെക്സ് ലെതർ. ആദ്യം നമുക്ക് PU ലെതറിൽ നിന്ന് തുടങ്ങാം. ഇതിൽ PU ലെതറിന്റെ മേക്ക് ആണ് മിക്കവരും ചൂസ് ചെയ്യുന്നത്. മിക്ക ജിമ്മിലും നമ്മൾ കാണുന്നത് PU ബാഗ്സ് ആണ്. കാരണം അത് മറ്റുള്ള 2 മേക്കിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. ഗ്ലൗസ് ഇല്ലാതെയും ഷിൻഗാർഡ്സ് ഇല്ലാതെയും നമുക്ക് ട്രെയിൻ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് തൊലി പോകില്ല, എസ്പെഷ്യലി വെൻ യു പ്രാക്ടീസ് കിക്കിംഗ്. ഇതിന്റെ ഫില്ല് ചെയ്ത് വരുന്ന ബാഗ്സ് കംസ് അറൌണ്ട് 5,000 to 15,000 ഡിപ്പെൻസ് അപ്പോൺ ദി ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ബാഗ്. അൺഫിൽ ബാഗ്സ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം 1,000 rupees. ഇനിയുള്ളത് പ്യോർ ലെതർ ബാഗ്, പക്ക ഓൾഡ് സ്കൂൾ പഞ്ചിങ് ബാഗ്സ് ആണ്. കോസ്റ്റ്ലി ആണ്, ഹാർഡ്, ഡ്യൂറബിൾ. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 7,000 അല്ലെങ്കിൽ ഒരു 8,000 ആ ഒരു റേഞ്ചിലായിരിക്കും. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബുഗിമാൻ ബാഗ്, റിച്ച് ആയിട്ടുള്ളവർ ആ ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് വാങ്ങുന്ന ഐറ്റം.